ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി വിശേഷിപ്പിക്കപ്പെടുന്ന പാമ്പൻ പാലത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പാമ്പൻ ദ്വീപിലെ രാമേശ്വരം പട്ടണത്തെയും ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റെയിൽ പാലമായിരുന്നു പാമ്പൻ പാലം. 1914 തുറന്ന ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു. ഇനി പുതിയ കടൽപ്പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12:45 രാജ്യത്തിന് പുതിയ കടൽപ്പാലം സമർപ്പിച്ചു. എന്തിനാണ് പുതിയ കടൽപ്പാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമേശ്വരം ദ്വീപിനെ വൻകരയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1911 നിർമ്മാണം ആരംഭിച്ചിട്ട് 1914 ഈ പാലം ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. ഇരട്ട ലീഫ് ബാസ്ക്യൂൾ ഭാഗമുള്ള കോൺക്രീറ്റ് തൂണുകളിൽ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു പരമ്പരാഗത പാലമായിരുന്നു ഇത്. കപ്പലുകൾക്കും ബാർജുകൾക്കും കടന്നു പോകാൻ ഇത് ഉയർത്തണമായിരുന്നു. 1964 ചുഴലിക്കാറ്റിൽ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിൻ്റെ 6 കോച്ചുകൾ ഒഴുകിപ്പോയതിലൂടെ 126 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഈ ചുഴലിക്കാറ്റിൽ പാലവും ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു. തുടർന്ന് മെട്രോമാൻ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ 2 മാസത്തിനുള്ളിൽ പാലം പുതുക്കി പണിതു. IIT മദ്രാസിലെ വിദഗ്ധർ സ്ഥാപിച്ച സെൻസറുകൾ ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കിയാണ് പാലത്തിലൂടെ ട്രെയിനുകൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. നൂറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം പഴക്കവും സുരക്ഷാ കാരണങ്ങളും മുൻനിർത്തി 2022 ഡിസംബറിൽ പാലം ഡീകമ്മീഷൻ ചെയ്തു. ഇനി പുതിയ പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് 535 കോടി രൂപയാണ്. നിർമ്മാണ ചുമതല റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനാണ്. 2019 നിർമ്മാണം ആരംഭിച്ച് 2022 ആയപ്പോഴത്തേക്കും നിർമ്മാണം പൂർത്തിയാക്കി. പുതിയ പാലത്തിൻ്റെ നീളം 2.08 കിലോമീറ്ററാണ്. ഇതിൽ 99 തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ അനുവദിച്ചിട്ടുള്ള പരമാവധി സ്പീഡെന്ന് പറയുന്നത് 75 km/h ആണ്. പഴയ പാലത്തിൽ ആണെങ്കിൽ 10 km/h ആയിരുന്നു. പുതിയ പാലത്തിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 22 മീറ്ററാണ്. പഴയ പാലത്തിൻ്റെത് 1.5 മീറ്റർ ആയിരുന്നു. ഇനി പുതിയ പാലത്തിൻ്റെ പരമാവധി, അതായത് ഏകദേശ ആയുസ് എന്ന് പറയുന്നത് 58 വർഷമാണ്. കഠിനമായ സമുദ്ര സാഹചര്യങ്ങളെ നേരിടാൻ ശേഷിയുള്ളതാണ് പുതിയ പാലം. നിലവിൽ ഒരു റെയിൽവേ ട്രാക്കുള്ള പാലത്തിൽ ഇരട്ടപ്പാത സ്ഥാപിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചരക്ക് ട്രെയിനുകൾക്കും വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾക്കും കടന്നു പോകാം. കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 58 കിലോമീറ്ററോ അതിലേറെയോ ആയാൽ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിപ്പിക്കാനാകില്ല. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ വേഗക്കാറ്റിന് സാധ്യത കൂടുതലാണ്. അതുതന്നെ കാറ്റ് ഇവിടെ ഒരു വില്ലനായിട്ട് തന്നെ നമുക്ക് പറയാം. രാജ്യത്തിൻ്റെ അഭിമാനമായ പാമ്പൻ കടൽപ്പാലത്തിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.